ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെയിനായിട്ട് പൈത്തൺ ആണ്. ഓക്കെ. പൈത്തണിന്റെ ഒരു ബേസിക്സ് ആൻഡ് സ്റ്റാർട്ടിങ് ഇൻക്ലൂഡിങ് അതിൻ്റെ അകത്ത് വരുന്നത് പൈത്തണിന്റെ അകത്ത് വേരിയബിൾ ഡിക്ലറേഷൻ, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിസ്, അങ്ങനെ വരുന്ന സം ആക്ടിവിറ്റീസ്, പൈത്തണിന്റെ ഫീച്ചേഴ്സ്, പൈത്തൺ എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. ആൻഡ് ഈ ഒരു സീരീസ് നമ്മളിപ്പോൾ ഒരു സീരീസ് ആയിട്ട് പോകാനാണ് പ്ലാൻ. ഈ സീരീസ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ് പൈത്തൺ ആൻഡ് പൈത്തൺ ലൈബ്രറീസ് വിത്ത് എ ഐ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു സീരീസ് ആയിട്ട് പോകാനാണ് നമ്മൾ ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പൈത്തൺ അല്ലെങ്കിൽ ഒരു കോഡിംഗ് എന്നുള്ള രീതിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന്, പൈത്തൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. രണ്ടാമത്തെ കാര്യം പൈച്ചാം, അതായത് IDE ആണ്. നമുക്ക് ഈ പൈത്തൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം വേണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ഗെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കോഡിംഗ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈച്ചാം പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ പൈത്തൺ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് പൈത്തൺ 3.14.6 എന്നുള്ളത്. പൈത്തണിന്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ്. അത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി. ഓക്കെ. ആൻഡ് സെക്കൻഡ് തിങ് ദാറ്റ് യു നീഡ് ടു ഡു ഈസ് ജസ്റ്റ് പുതിയൊരു പേജിൽ വരാം. പൈച്ചാം പൈച്ചാം എന്നുള്ള IDE അഥവാ പൈച്ചാം എന്നുള്ള ഓപ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ പൈച്ചാം ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഡൗൺലോഡ് പൈഷാം പൈത്തൺ IDE ഫോർ ടെറാ സയൻസ് ആൻഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് കാണുന്ന .exe വിൻഡോസ് എന്നതിലുള്ള ഫസ്റ്റ് വൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലി അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതിനെ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ആഫ്റ്റർ ദ ഇൻസ്റ്റാളേഷൻ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. അതിനായിട്ട് ഈ ഒരു 4 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഫയൽസിൽ പോവുക. ദെൻ ഇവിടെ ന്യൂ സ്ക്രാച്ച് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ഇവിടെ നിന്ന് പൈത്തൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പൈത്തൺ ഫയൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഇതിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീനെയിം ഫയൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിന്റെ പേര് വേണ്ടതുള്ളതുകൊണ്ട് ഞാനിവിടെ ബേസിക് കൊടുക്കുകയാണ്. ഓക്കെ. ഇനി പൈത്തന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ അതിനായിട്ട് ഞാൻ അവിടെ PPT ഓപ്പൺ ചെയ്യാം. പൈത്തന്റെ കേസിൽ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പൈത്തൺ എന്നുള്ളത് ഒരു പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മറ്റുള്ള ലാംഗ്വേജുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ C++ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പൈത്തൺ എന്താണ് കുറച്ചുകൂടെ ഈസി ആൻഡ് സിമ്പിൾ ആണ്, പഠിച്ചെടുക്കാനായിട്ട് എളുപ്പമായിട്ടുള്ള ലാംഗ്വേജ് ആണ്. ആൻഡ് പൈത്തന്റെ യൂസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് യൂസ് ആണ് പൈത്തൺ ഉള്ളത്. വിച്ച് ഇൻക്ലൂഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിസ്റ്റം സ്ക്രിപ്റ്റിംഗിന് ആയിക്കോട്ടെ, ഡാറ്റാ സയൻസിന് ആയിക്കോട്ടെ, ഇതിനൊക്കെ പൈത്തൺ എന്ത് ചെയ്യാറുണ്ട്, കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. ആൻഡ് പൈത്തന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ പോലുള്ള പല ലാംഗ്വേജുകളിൽ നിന്നും ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പർട്ടിക്കുലർ ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, മറ്റ് ലാംഗ്വേജുകൾ വെച്ച് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി പൈത്തന്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നോക്കി, ഈസി ടു ലേൺ ആണല്ലേ. അതായത് പൈത്തൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംപ്ലി പഠിച്ചെടുക്കാനായിട്ട് പറ്റും. സിമ്പിൾ സിന്റാക്സ് ആണ്. സിന്റാക്സ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് റൂൾസ് ആണ്. അതായത് കോഡിംഗ് എഴുതുന്ന രീതിയാണ് സിന്റാക്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സിമ്പിൾ സിന്റാക്സ് ആണ്, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈസി സ്ട്രക്ചർ ആണ് പൈത്തൻ്റെത് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഈസി ടു റീഡ് ആണ്. അഥവാ പൈത്തൺ കോഡ് മനസ്സിലാക്കി എടുക്കാൻ എന്താണ് നമുക്ക് എളുപ്പമാണ്. ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്, ഫ്രീ ആണ് പൈത്തൺ. ആൻഡ് ഇന്റർപ്രിറ്റഡ് ലാംഗ്വേജ് ആണ്. ഓക്കെ. ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ എന്ന് പറയും. അതായത് മെയിൻ ആയിട്ട് പൈത്തന്റെ അകത്ത് നമ്മൾ കോഡിംഗ് ചെയ്യുന്ന സമയത്ത് വൺ ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൈത്തൺ പോകുന്നത്. ആൻഡ് സപ്പോർട്ട് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ടർ, വിച്ച് മീൻസ് പൈത്തന്റെ അകത്ത് ഗാർബേജ് കളക്ടർ ഉണ്ട്. അഥവാ ഒരുപാട് കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഗാർബേജ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യാനുള്ള സിസ്റ്റം പൈത്തന്റെ അകത്തുണ്ട്. ഇത് സ്കേലബിൾ ആണ്. പൈത്തന്റെ യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് യൂസ് ആണ് പൈത്തൺ ഉള്ളത്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാറ്റാ സയൻസിലാണെങ്കിലും ഡാറ്റാ അനലിറ്റിക്സിലാണെങ്കിലും ഡെവലപ്മെന്റിനാണെങ്കിലും സിസ്റ്റം സ്ക്രിപ്റ്റിംഗിനാണെങ്കിലും എല്ലാം പൈത്തൺ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, പോർട്ടബിൾ ആണ്. ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് നമുക്കിപ്പോൾ പൈത്തൺ പൈച്ചാമിന്റെ അകത്ത് യൂസ് ചെയ്യാം, ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഉണ്ട് അതിന്റെ അകത്ത് യൂസ് ചെയ്യാം, ഗൂഗിൾ കൊളാബിന്റെ അകത്ത് യൂസ് ചെയ്യാം. ഇപ്പൊ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസിന്റെ അകത്ത്
പൈത്തൺ യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ആൻഡ് ആൽസോ ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ് ആണ്. ലൈക്ക് പൈത്തണിന്റെ അകത്ത് നമ്മൾ കോഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് ഓരോ ടൈപ്പ് ഓഫ് ഡാറ്റ ഏത് ടൈപ്പാന്നുള്ളത് ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്യൂച്ചറിൽ അത് റൺ ചെയ്യുമ്പോൾ, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് ഏത് ടൈപ്പാന്നുള്ളത് പൈത്തൺ തന്നെ ഐഡന്റിഫൈ ചെയ്തോളും. ഇനി മസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പൈത്തണിന്റെ അകത്തുള്ള ഒരു കാര്യമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾസ് ആർ ദ സ്റ്റോറേജ് ലൊക്കേഷൻ വേർ വി ക്യാൻ സ്റ്റോർ ദ ഡാറ്റ വാല്യൂ എന്ന് പറയാൻ പറ്റും. അതായത് പൈത്തന്റെ അകത്ത് ഡാറ്റ വാല്യൂസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറേജ് സ്പേസിനെയാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ പൈത്തന്റെ അകത്ത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് അഥവാ സ്റ്റോറേജ് ലൊക്കേഷൻ, ആ ഒരു സ്പേസിനെ നമ്മൾ വേരിയബിൾ എന്ന് പറയും. അപ്പൊ സിംപ്ലി ആ ലൊക്കേഷന്റെ അകത്ത് നമുക്ക് വേണ്ട ഡാറ്റാസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് അതൊരു കോഡിങ്ങിലൂടെ പറയുന്ന സമയത്ത് ബെറ്റർ ആയിരിക്കും. ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്, എ ഈക്വൽ ടു 10 എന്ന് കൊടുക്കുകയാണ്. വിച്ച് മീൻസ് എന്താ, 10 ഈസ് ദ വാല്യൂ. 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്യുന്നു എങ്ങോട്ട്, എ എന്നുള്ള വേരിയബിളിന്റെ അകത്തോട്ട്. ദ എ ഈസ് ദ സ്റ്റോറേജ് ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടുന്ന് പ്രിന്റ് എ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി ആ ലൊക്കേഷന്റെ അകത്തുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള 10 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും, സിംപ്ലി പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇപ്പൊ ഞാനിവിടെ എ സിക്കൽ ടു 10 കൊടുക്കുന്നതിന് പകരം ബി സിക്കൽ ടു അതിന്റെ കൂടെ തന്നെ ബി സിക്കൽ ടു ഹെലോ എന്നുകൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാനിവിടെ പ്രിന്റ് ചെയ്യണം. ബി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദ റിസൾട്ട് വിൽ ബി ഹെലോ കൂടെ പ്രിന്റ് ആവും. അപ്പോൾ ഏത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഡാറ്റ വേണമെങ്കിലും ഇതുപോലെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഏജ് ഈക്വൽ ടു 24, നെയിം ഈക്വൽ ടു അമൽ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. ആൻഡ് ആ സ്റ്റോർ ചെയ്യുന്ന സ്പേസിന് പറയുന്ന പേരാണ് വേരിയബിൾ എന്നുള്ളത്. ഇനി ഒരു വേരിയബിൾ പൈത്തന്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട സം പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്ക് തോന്നുന്ന പോലെ ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് സം റൂൾസ് ഉണ്ട്. അതാണ് റൂൾസ് ഫോർ പൈത്തൺ വേരിയബിൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വേരിയബിൾ ഒരു കാരണവശാലും നമുക്കൊരു വേരിയബിൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്പർ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. വേരിയബിൾ മസ്റ്റ് ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് എ ക്യാരക്ടർ ഓർ ആൻ അണ്ടർസ്കോർ. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പൈജാമിന്റെ അകത്ത് വന്നിട്ട് ഇവിടെ എ എന്നുള്ളതിന് പകരം അണ്ടർസ്കോർ എ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ അമലിന് കൊടുക്കുകയാണെങ്കിൽ വർക്കിംഗ് ആയിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ ഒരു ലെറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോറിംഗ് ആയിരിക്കണം. സ്റ്റാർട്ടിങ്ങിൽ നിർബന്ധമായിട്ടും ഒരു ക്യാരക്ടർ ആയിരിക്കണം, അഥവാ ഒരു ആൽഫബറ്റിക് ക്യാരക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് റൂൾ ആണ്, പൈത്തന്റെ അകത്തുള്ള വേരിയബിളിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാരണവശാൽ കഴിഞ്ഞാലും നമ്പർ വരാൻ പാടില്ല. എനിക്കിവിടെ എയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാരണവശാലും 9A എന്നോ 5A എന്നോ കൊടുക്കാൻ പറ്റില്ല. ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എറർ അടിക്കും. റൂളാണ്, വേരിയബിളിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാരണവശാൽ കഴിഞ്ഞാലും നമ്പേഴ്സ് വരാൻ പാടില്ല. ഓക്കെ, ദെൻ അതേപോലെ അടുത്തൊരു റൂളാണ്, എ വേരിയബിൾ നെയിം ക്യാൻ ഓൺലി കണ്ടെയ്ൻ ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആൻഡ് അണ്ടർസ്കോർ. അല്ലെ, ഒരു വേരിയബിൾ നെയിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒന്നെങ്കിൽ ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ വരുന്നതാണ് വേരിയബിളിന്റെ അകത്ത് ഫുള്ള് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റിക്സ്, അതേപോലെ തന്നെ ന്യൂമറിക്കൽ, അണ്ടർസ്കോർ ആണ്. ഓക്കെ, കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ A9 എന്ന് കൊടുക്കാം, അമൽ 10 എന്ന് കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്പർ വരാൻ പാടില്ല. ആൻഡ് വേരിയബിളിന്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റിക്കൽ ക്യാരക്ടറും നമ്പേഴ്സും അണ്ടർസ്കോറും മാത്രമാണ്. ന്യൂമറിക്കൽ വാല്യൂ ഒരു കാരണവശാലും സ്റ്റാർട്ടിങ്ങിൽ വരാൻ പാടില്ല. നമുക്ക് വേരിയബിൾ നെയിമിന്റെ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ പാടില്ല, സ്പേസ് ഉണ്ടാവാൻ പാടില്ല. അതാണ് റൂൾസ്. ആൻഡ് വേരിയബിൾ എന്താണ്, കേസ് സെൻസിറ്റീവ് ആണ്. ലൈക്ക് ഞാൻ ഇവിടെ ഇതെല്ലാം കളഞ്ഞിട്ട് നെയിം ഈക്വൽ ടു അമൽ എന്ന് കൊടുത്തു, കൊട്ടേഷൻ്റെ അകത്ത് കൊടുക്കണം. അതേപോലെ സ്മോൾ ലെറ്റർ നെയിം ഈക്വൽ ടു അമൽ എന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഈ ക്യാപിറ്റൽ നെയിമും സ്മോൾ ലെറ്റർ നെയിമും രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ദാറ്റ്സ് മീൻ കേസ് സെൻസിറ്റീവ് ആണ് പൈത്തൺ. ഓക്കെ, അത് ഈ രണ്ട് വേരിയബിൾ എന്താണ്, ഡിഫറെന്റ് ലൊക്കേഷൻ ആണ്. ഇവിടെ ഞാൻ ഹലോ ആണ് കൊടുത്തെന്ന് വിചാരിക്കും. ഓക്കെ, സ്മോൾ ലെറ്റർ നെയിമിന്റെ അകത്തോട്ട് അസൈൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ആണ്. ഇനി ഇവിടെ വന്ന് ഞാൻ പ്രിന്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, പ്രിന്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് നെയിം എന്നുള്ള വേരിയബിൾ പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയേ. സോ ഇത് ക്യാപിറ്റൽ നെയിമിന്റെ അകത്ത് സ്റ്റോർ ചെയ്തുള്ള എന്താണ്, അമലാണല്ലേ, അത് വന്നിട്ടുണ്ട്. ഇവിടെ സ്മോൾ കൊടുക്കുന്നതിന് പകരം ഞാൻ ക്യാപിറ്റൽ കൊടുക്കുന്നതിന് പകരം സ്മോൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹെലോ. അതായത് രണ്ടും ഡിഫറെന്റ് ലൊക്കേഷൻ ആണ്. രണ്ട് ലൊക്കേഷൻ്റെ അകത്തും സ്റ്റോർ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് പറയാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒരു ഫീച്ചർ ആണ്, വേരിയബിൾ ഡു നോട്ട് നീഡ് ടു ബി ഡിക്ലെയർഡ് വിത്ത് എനി പർട്ടിക്കുലർ ടൈപ്പ് ആൻഡ് ക്യാൻ ഈവൻ ചേഞ്ച് ആഫ്റ്റർ ദേ ഹാവ് ബീൻ സെറ്റ്. അതായത് വേരിയബിൾ ഡിക്ലറേഷൻ ഒക്കെ നമ്മൾ ചെയ്തതിന് ശേഷം
നമുക്ക് ഒരു വേരിയബിളിനകത്തോട്ട് വാല്യൂസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? പൈത്തൺ ഡിക്ലെയർ ചെയ്തോളും. ഓക്കെ. നമ്മൾ റൺ ചെയ്യുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യും. ആൻഡ് സ്ട്രിംഗ് ഷുഡ് ബി റെപ്രസെന്റഡ് ഇൻ ഏതോ സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ട് അല്ലേ? അഥവാ ടെസ്റ്റ് ടൈപ്പ് ഡാറ്റ. ഇപ്പൊ ഞാൻ ഇവിടെ വേരിയബിളിന്റെ അകത്ത് അസൈൻ ചെയ്യുന്നത് ഐ ആം അമൽ എന്നോ എന്തെങ്കിലും ആണെന്നുള്ളത് വിചാരിക്കും. ഇതൊരു ടെസ്റ്റ് ആണല്ലേ? എനി ടെസ്റ്റ് ഏതൊരു ടെസ്റ്റ് ഡാറ്റയും വേരിയബിളിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ദാറ്റ് മസ്റ്റ് ഹാവ് ടു ബി കോട്ട് വിത്ത് സിംഗിൾ കോട്ട് അല്ലെങ്കിൽ ഡബിൾ കോട്ട്. അത് നിർബന്ധമാണ്. ടെസ്റ്റ് ആയിട്ടുള്ള ഏതൊരു കാര്യവും നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ അത് സിംഗിൾ കോട്ടിന്റെ അകത്ത് അല്ലാന്നുണ്ടെങ്കിൽ അത് ഡബിൾ കോട്ടിന്റെ അകത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഓക്കെ. അല്ലാത്തപ്പോൾ എറർ വരും. ഡബിൾ കോട്ട് കൊടുക്കണോ സിംഗിൾ കോട്ട് കൊടുക്കണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. ആൻഡ് ഫൈനലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൈത്തൺ അലോ യു ടു അസൈൻ വാല്യൂസ് ഇൻ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഇൻ സിംഗിൾ ലൈൻ. ഒരൊറ്റ സിംഗിൾ ലൈനിന്റെ അകത്ത് മൾട്ടിപ്പിൾ വേരിയബിൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ നെയിം ഇസിക്കൽ ടു അമൽ, ഏജ് ഇസിക്കൽ ടു 23 അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഒരൊറ്റ ലൈനിൽ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കി ഞാൻ എ കോമ ബി കോമ സി കോമ ഡി ഈക്വൽ ടു 10 20 30 40 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി എന്ത് ചെയ്യും? 10 വിൽ ബി അസെൻഡ് ടു എ, 20 എന്ത് ചെയ്യും? ബിയുടെ അകത്തോട്ട്, 30 സിയുടെ അകത്തോട്ട്, 40 ഡിയുടെ അകത്തോട്ട്. അങ്ങനെ ഡിഫറെന്റ് വേരിയബിൾസിന്റെ അകത്തോട്ട് നമുക്ക് അതിനെ സ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് പ്രിന്റ് വേരിയബിൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും പ്രിന്റ് ചെയ്യാം. ഞാൻ പ്രിന്റ് ഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിയുടെ അകത്തോട്ട് എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി 40. ദ 40 വിൽ ബി പ്രിന്റഡ്. സോ എനിക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും? നെയിം, ഏജ്, അഡ്രസ് വിച്ച് ഈസ് ഈക്വൽ ടു നെയിം എന്താണോ അത് കൊടുക്കുക, അഡ്രസ് എന്താണോ അത് കൊടുക്കുക, ഏജ് എന്താണോ അത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ കറസ്പോണ്ടിങ് പൊസിഷന്റെ അകത്തോട്ട് എനിക്ക് അസൈൻ ചെയ്തെടുക്കാൻ പറ്റും. സോ വേരിയബിൾ ഡിക്ലറേഷൻ മൾട്ടിപ്പിൾ വേരിയബിൾസ് സിംഗിൾ ലൈനിന്റെ അകത്ത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് അതേ ലൈനിൽ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് ഡിക്ലെയർ ചെയ്ത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പൈത്തന്റെ അകത്ത് പറ്റുന്നുള്ളത് വേരിയബിൾസിന്റെ മറ്റൊരു ഫീച്ചറാണ്. ഓക്കെ. യാ ഇത്രയാണ് മെയിൻ ആയിട്ട് ഒരു പൈത്തൺ ബേസിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യും. അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ദെൻ.